നിശബ്ദത നീക്കുപോക്കിനുള്ള മാർഗം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ. ചിന്തയ്ക്കായിട്ട് 6-ാം വാക്യം. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. നീക്കുപോക്ക് കാണാൻ കഴിയാതെ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ നാം വിഷാദചിത്തരായി ഇരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടല്ലോ. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുൻപ് ക്വൈക്കേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സുഹൃത്ത് സംഘം അതിനൊരു പോംവഴി കണ്ടുപിടിച്ചു. ഏതു കാലത്തും എല്ലാവർക്കും അഭിഗമ്യമായ ഒരു മാർഗമാണ് അത്. വിവിധ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിമിത്തം മനസ്സ് ക്ഷീണിക്കുകയും മുന്നോട്ട് കാലെടുത്ത് വയ്ക്കുവാൻ കഴിയാതെ വണ്ണം വഴി അന്ധകാരപൂർണമായി തീരുകയും ചെയ്യുന്ന പരിതസ്ഥിതിയിൽ ദൈവത്തിൻ്റെ വഴികാട്ടൽ മനസ്സിലാക്കാൻ ക്വൈക്കേഴ്സ് അവലംബിക്കാറുള്ള നിശബ്ദത പരിശീലനം പോലെ ഫലപ്രദമായ മറ്റൊരു മാർഗവും ഇല്ല തന്നെ. ക്വൈക്കേഴ്സ് സംഘത്തിൽ ഉൾപ്പെട്ട 3 സുഹൃത്തുക്കൾ നിശബ്ദമായ പ്രാർത്ഥന കൊണ്ട് മേഘഗർജനം പോലെ അത്ഭുതകരമായ ഒരു വൻ കാര്യം ഒരിക്കൽ സാധിച്ചത് ആ മാർഗത്തിൻ്റെ വിജയ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. നാസി ജർമ്മനിയിലെ ഗെസ്റ്റപ്പോ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്റ്റേറ്റ് പോലീസിൻ്റെ ഓഫീസിൽ ചെന്ന് ഹിറ്റ്ലറിൻ്റെ ഡെപ്യൂട്ടി ചീഫായ റൈൻഹാർഡ് ഹെഡ്രിച്ചിനെ അവർ നേരിട്ട് കണ്ട് പീഡനം സഹിക്കുന്ന യഹൂദന്മാർക്ക് ജർമ്മനി വിട്ടുപോകുന്നതിന് അനുവാദം നൽകത്തക്കവണ്ണം നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. ഹെഡ്രിച്ച് ഒരു നിമിഷം അവരുടെ അപേക്ഷയെപ്പറ്റി ശാന്തമായി ആലോചിച്ചു. പിന്നീട് ആ നിവേദക സംഘത്തോട് അടുത്ത മുറിയിൽ പോയി അല്പസമയം ഇരിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ അടുത്ത മുറിയിൽ പോയിരുന്നു. അന്യോന്യം സംസാരിച്ച് സമയം പാഴാക്കാതെ ക്വൈക്കേഴ്സിൻ്റെ രീതി അനുസരിച്ച് ആ സ്നേഹിതന്മാർ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ആ മുറിയിലിരുന്നു. ദൈവത്തോട് അവർ തങ്ങളുടെ ആവശ്യം പറയുക മാത്രം ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ അപേക്ഷ അനുവദിച്ചിരിക്കുന്നു എന്ന ഉത്തരവിൻ്റെ ശബ്ദമാണ് അവരുടെ നിശബ്ദതയെ ഭഞ്ജിച്ചത്. അങ്ങനെ ഗെസ്റ്റപ്പോ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുകയും യഹൂദന്മാരെ വിട്ടയക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള അത്ഭുത സംഭവങ്ങൾ എപ്പോഴും ഉണ്ടായി എന്ന് വരികയില്ല. എങ്കിലും നിശബ്ദതാ പാലനം കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന പ്രശ്നങ്ങൾ നിമിത്തമുണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അയക്കുവാൻ നമുക്ക് കഴിയും. മാതാപിതാക്കൾ അന്യോന്യം കയർക്കുകയും അങ്ങനെ കുടുംബാന്തരീക്ഷം ചൂടുപിടിക്കുകയും ചെയ്യുമ്പോൾ, ഓഫീസുകളിലും വ്യവസായശാലകളിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, അഴിക്കും തോറും കുരുക്കുകൾ വീഴുന്ന ദുർഘട പ്രശ്നങ്ങൾ നമ്മളെ നേരിടുമ്പോൾ ഏതാനും നിമിഷം നിശബ്ദരായിരിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അസുഖകരമായ പല സംഭവ പരിണാമങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന വാക്കുകളാകുന്ന തീപ്പൊരികളാണ് കുഴപ്പങ്ങളുടെ അഗ്നി ആളിക്കത്തിക്കാൻ ഇടയാക്കുന്നത്. വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ ക്ഷുഭിതരായ യഹൂദന്മാർ പിടിച്ച് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഭാഗമാണ് ഇന്നത്തെ വായനാഭാഗം. കലികൊണ്ട ആ മനുഷ്യരുടെ വാക്കുകൾ യേശുവിൻ്റെ നേർക്കുള്ള വെല്ലുവിളിയായിരുന്നു. ഒന്നുകിൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്ന ആ ജനക്കൂട്ടത്തോട് ചേരുക, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വേണ്ടി വാദിക്കുക. യേശു ഇത് രണ്ടും ചെയ്തില്ല. എന്തെങ്കിലും പറയുന്നതിന് പകരം നിശബ്ദനായി കുനിഞ്ഞ് നിലത്ത് എന്തോ വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ വികാരങ്ങളുടെ ചൂട് ആറി. അതിനുശേഷം കുറുക്കി കൊള്ളത്തക്ക വിധം യേശു അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. നിശബ്ദത പാലിക്കുന്നത് മൂലം വികാരങ്ങളുടെ പൊട്ടലും ചീറ്റലും ശമിക്കുകയും എല്ലാ പ്രശ്നങ്ങൾക്കും നീക്കുപോക്ക് കണ്ടെത്തുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. ഓർക്കണമേ, കോപത്തിന് ഇരയാകുന്നവന് ശരിയും തെറ്റും തിരിച്ചറിയാനാവില്ല. ഗലാത്യലേഖനം 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.